പരിപൂർണമായിട്ട് തീരണം. ഈ എല്ലാം പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ദ്രിയെങ്കിലും അല്ലെങ്കിൽ മനസ്സെങ്കിലും ഭഗവാനിൽ എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതാണ് ഏകാദശി. ഉപവാസം എന്ന് പറയുന്നത് എന്താ? ഉപവാസം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സമീപം എന്നർത്ഥം. ആരുടെ? ഭഗവാന്റെ അടുത്ത് വസിക്കുക എന്നാണ് അർത്ഥം ഉപവാസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ഏകാദശിയാണെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് മഹാവിഷ്ണുവിൻ്റെ നാമം ജപിച്ചുകൊണ്ട് മഹാവിഷ്ണുവിനെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് ഇവിടെ വസിക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ ഭക്ഷണം അരിയുടെ മാറ്റിയിട്ട് ഗോതമ്പിൻ്റെ കുറേ ധാരാളം കഴിച്ചിട്ട് ഇങ്ങനെ തവള പാമ്പിനെ വിഴുങ്ങിയതുപോലെ അല്ല പാമ്പ് തവളയെ വിഴുങ്ങിയതുപോലെ ഒരു ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഭക്ഷണത്തിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. മനസ്സ് ഭഗവാനിൽ അർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സ് ഭഗവാനിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. കാരണം ഈ ഭക്ഷണം എന്ന് പറയുന്നത് സാധാരണ കഴിക്കുന്നതിൽ കൂടുതൽ കഴിച്ചാൽ നമുക്ക് ഒന്നിലും ശ്രദ്ധയുണ്ടാവില്ല. അതുകൊണ്ടാണ് ഭക്ഷണം കുറച്ച് കഴിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം. അങ്ങനെ ഉള്ള ഏകാദശി ആണ്. അപ്പോൾ ഈ അരിയുടെ മാറ്റിയിട്ട് ഗോതമ്പായി കഴിഞ്ഞാൽ വലിയ കേമായി എന്ന് ചില ആൾക്കാർക്ക് തോന്നാറുണ്ട്. അതിലൊരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഗോതമ്പ് കഴിച്ചാൽ ഏകാദശി ആവുന്നുണ്ടെങ്കിൽ പഞ്ചാബിലുള്ള ആൾക്കാർക്ക് എല്ലാ ദിവസവും ഏകാദശി ആവണം. അവർക്ക് ചപ്പാത്തിയാണ് കൂടുതൽ ഇഷ്ടം. അരി ചാവലെന്ന് പറഞ്ഞാൽ അവർക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ എല്ലാ ദിവസവും അവർക്ക് ഏകാദശി ആവണ്ടേ? അപ്പോൾ ഭക്ഷണത്തിലല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഈ അംബരീഷ മഹാരാജാവ് ഒരു വർഷം നീണ്ടു നിൽക്കുന്നതായ ആ ഒരു ഏകാദശി വ്രതം നോറ്റ് ഒടുവിൽ ദ്വാദശി ദിവസം വാരണ കഴിക്കാനുള്ള സന്ദർഭമാകുമ്പോഴത്തേക്ക് അവിടെ ഒരു തസ്യ തരിഹ് അതിഥി സാക്ഷാൽ ദുർവാസ ഭഗവാൻ. അപ്പോൾ ദുർവാസാവ് ഭഗവാൻ അതിഥിയായിട്ട് അവിടെ എഴുന്നള്ളി. എന്താ ഭഗവാൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം ദുർവാസാഹ ശങ്കരസ്യ അംശം, മഹാദേവന്റെ അംശമാണ് ഈ ദുർവാസാവ് മഹർഷി. അയാൾ വന്നു. അംബരീഷ മഹാരാജ പറഞ്ഞു, മഹർഷി വേഗം ഭക്ഷണം കഴിക്കാം. അങ്ങനെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല എനിക്ക്, ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ കുളിക്കാൻ പോയി. അല്ലെ പണ്ട് കാലങ്ങളിൽ അങ്ങനെയാണ്, വന്നു കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം കഴിക്കില്ല, കുളിക്കണം. അങ്ങനെ ചില നിബന്ധനകളൊക്കെ ഉണ്ട്, നിയമങ്ങൾ അല്ലെ. അതിപ്പോൾ നമ്മൾ അനുഭവിച്ചു. ഇപ്പോൾ കൊറോണ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് പുറത്തു പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുളിക്കണം, ഉള്ള വസ്ത്രം മുഴുവൻ അലക്കണം, പിന്നെ കാലും കൈയൊക്കെ സാനിറ്റൈസർ ഉപയോഗിച്ച് കഴിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് പണ്ട് ഉള്ള ഒരു സമ്പ്രദായമാണ് കുളിക്കണം എന്നുള്ളത്. ഏതായാലും അങ്ങനെ കുളിച്ച് അയാൾ കുളിക്കാൻ പോയി വരുന്നേ ഇല്ല. അപ്പോഴത്തേക്ക് ഇവിടെ ഈ വ്രതം നോറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് പാരണ കഴിക്കണം. അപ്പോൾ മുഹൂർത്തം കഴിയാറായി. എന്താ വേണ്ടത്? ഇയാൾ വരുന്നുമില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടെങ്കിൽ ഇയാൾക്ക് ദേഷ്യം വരും, ദുർവാസാവാണ്, പെട്ടെന്ന് ശപിക്കുകയും ചെയ്യും. എന്താ വേണ്ടത്? സജ്ജനങ്ങളോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, തീർത്ഥസേവ ചെയ്യാം. തീർത്ഥം കുടിച്ചാൽ ഒരു ദോഷവുമില്ല. അങ്ങനെ തീർത്ഥസേവ ചെയ്ത് ആ വ്രതം പൂർത്തീകരിച്ചപ്പോഴാണ് ദുർവാസാവ് മഹർഷി ശിഷ്യന്മാരോട് കൂടി വന്നിട്ട് പറഞ്ഞു, നീ എന്നെ കുളിക്കാൻ പറഞ്ഞു വെച്ചിട്ട് നീ ഭക്ഷണം കഴിച്ചു അല്ലേ എന്ന് പറഞ്ഞിട്ട് കുട്ടില്ലാന തൻ്റെ ജട പറിച്ച് നിലത്തടിച്ചിട്ട് അതിൽ നിന്നൊരു കൃത്യായെന്നൊരു ഭൂതത്തെ പുറപ്പെടുവിച്ചിട്ട് പറഞ്ഞു, അംബരീഷനെ ഇല്ലാതാക്കിയിട്ട് വരിക. ആ കൃത്യ എന്ന ഭൂതം അംബരീഷ മഹാരാജാവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടപ്പോൾ അതങ്ങനെ ഈ നാളങ്ങൾ വന്നിക്കുന്നതായ കൃത്യ എന്ന ഭൂതം തൻ്റെ നേർക്ക് വരുമ്പോൾ ചച്ചാല പദാന്തർഭ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ഭൂതം ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴും ആ അംബരീഷ മഹാരാജാവിന് യാതൊരു കുരുക്കവും ഇല്ലാതെ കണ്ട് തൊഴു കൈയോട് കൂടിയിട്ട് ഭഗവാനെ ആശ്രയിച്ചപ്പോൾ അംബരീഷ മഹാരാജാവിനെ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം ഇതാ രക്ഷയ്ക്കായിട്ട് എത്തി. ആ സുദർശന ചക്രം അവിടുന്ന് പുറപ്പെട്ട് ആദ്യം ആ കൃത്യയെ ഇല്ലാതാക്കി, പിന്നെ കൃത്യ അയച്ചതായ ദുർവാസാവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. ദുർവാസാവ് ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ജീവനും കൊണ്ട് അവിടുന്ന് ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങി. നേരെ ബ്രഹ്മദേവൻ്റെ അടുത്ത് പോയി. ബ്രഹ്മദേവൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചാൽ സാധ്യമല്ല. മഹാദേവൻ്റെ അടുത്ത് പോയി. മഹാദേവൻ പറഞ്ഞു, സുദർശന ചക്രം ആണെങ്കിൽ എനിക്കും രക്ഷിക്കാൻ ആ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് തന്നെ ശരണം പ്രാപിക്കുക. നേരെ വൈകുണ്ഠ ലോകത്ത് പോയിട്ട് മഹാവിഷ്ണുവിനോട് പറഞ്ഞു, എന്നെ രക്ഷിക്കണം. മഹാവിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ എൻ്റെ സുദർശന ചക്രമല്ല, ഞാൻ എൻ്റെ ഭക്തനായിട്ടുള്ളതായ അംബരീഷനത് ഇതാ കൊടുത്തിട്ടാണുള്ളത്. ആ അംബരീഷൻ്റെ ശരീരം സംരക്ഷിക്കാനുള്ള ചുമതല സുദർശന ചക്രത്തിനാണ് ഇപ്പോൾ. അതുകൊണ്ട് നീ എവിടുന്നാണ് പുറപ്പെട്ടത്? സൽസ്ത്രീയ സൽപതിം യഥ, പതിവ്രതയായ സ്ത്രീകൾ തൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിച്ചിട്ട് എങ്ങനെയാണോ അയാളെ വശീകരിക്കുന്നത്, ആ ഒരു ഭാവത്തിൽ ഭക്തന്മാരെന്നെ ഭജിച്ചിട്ട് എന്നെ വശീകരിച്ച് എന്നിലുള്ളതൊക്കെ അവർ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ അംബരീഷൻ ഇപ്പോൾ എൻ്റെ സുദർശന ചക്രം അവന് കൊടുത്തിട്ടാണുള്ളത്. അതുകൊണ്ട് നിനക്ക് രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നേരെ
ആ അംബരീഷ മഹാരാജാവിൻ്റെ അടുത്തേക്ക് നീ അവിടെ നിന്നല്ലേ പുറപ്പെട്ടത്, നേരെ തിരിച്ച് അവിടത്തേക്ക് തന്നെ പുറപ്പെട്ടു, പോയിക്കോളൂ, എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടപ്പോൾ മഹാവിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ട് ദുർവാസാവേ, അങ്ങക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നറിയോ? തപോ വിദ്യാജ വിപ്രാണം, തപസ്സുണ്ട്, വിദ്യയുണ്ട്, ഒരുപാട് കഴിവുകൾ അങ്ങക്കുണ്ട്. പക്ഷേ അങ്ങക്ക് ദുർവിനീതസ്യ, അങ്ങക്ക് വിനയം എന്നുള്ളതായ ഭാവമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വട്ടം കറങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് വേഗം പോയിക്കോളാം. നമ്മൾ